കോഴിക്കോട്ട് നിന്ന് VS രഞ്ജിത്ത് നമുക്കൊപ്പം തത്സമയം. VS രഞ്ജിത്ത്, രാംലല്ലയെ പ്രതിഷ്ഠിക്കുന്ന അഭിജിത്ത് മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം. ഈ ചടങ്ങിന് നേരിട്ട് സാക്ഷിയാകാനായി ക്ഷണിക്കപ്പെട്ട അതിഥികൾ, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അതിഥികൾ രാമക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയും അവിടേക്ക് എത്താറായോ? അയോധ്യയിൽ അദ്ദേഹം വിമാനം ഇറങ്ങിയതുവരെയുള്ള വിവരങ്ങളാണ് നോബിൾ പങ്കുവച്ചത്. രഞ്ജിത്ത്. സുജിയ, 11 മണിക്ക് അയോധ്യയിലെ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 11 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ് അദ്ദേഹം ഈ അയോധ്യയിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിപാടികൾ, അതെന്ന് പറഞ്ഞാൽ ആ ചടങ്ങ് റിസർവ്ഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്തെല്ലാം പരിപാടികൾ എന്ന് പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടില്ല. 11 മണി മുതൽ 12 മണി വരെയുള്ള ചടങ്ങുകളെ റിസർവ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം ഒരുപക്ഷെ അവിടെ കൂടിയ ആളുകളെ അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും ഒരാഴ്ച നീണ്ടുനിന്ന അനുഷ്ഠാനങ്ങൾക്കൊടുവിലാണിപ്പോൾ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ യജമാന സ്ഥാനത്താണ് നരേന്ദ്രമോദി ഉള്ളത്. യജമാന സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി വരുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പത്നി സമേതനായിട്ട് വേണം യജമാനൻ എത്താൻ എന്നുള്ളൊരു വിവാദമുണ്ടായിരുന്നു. പക്ഷേ നേരത്തെയെല്ലാം തന്നെ വലിയ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ മഹാക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയിൽ ഭരണാധികാരികൾ, രാജാക്കന്മാർ യജമാനന്മാരായിട്ട് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഭരണാധികാരി എന്ന രീതിയിലാണ് ഇതിൻ്റെ മുഖ്യ യജമാനനായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല മറ്റ് 14 യജമാന ദമ്പതിമാരും ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അസമിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, അതുപോലെ UP-യിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന് തുടങ്ങി 14 യജമാന ദമ്പതിമാരും ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതോടൊപ്പം കാശിയിലെ ഗണേശ്വര ശാസ്ത്രി ദ്രാവിഡിൻ്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് ഇതിൻ്റെ പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. 12:20 മുതൽ 12:29 മുതൽ 12:38 വരെയുള്ള അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് 84 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് മുഹൂർത്തമാണ്. ഈ അഭിജിത്ത് മുഹൂർത്തത്തിലായിരിക്കും പ്രാണപ്രതിഷ്ഠ നടക്കുക. നമുക്കറിയാം ഈ അനുഷ്ഠാന ചടങ്ങുകൾ 16-ാം തീയതി തുടങ്ങിയതാണ്. അനുഷ്ഠാന ചടങ്ങുകൾ രാംലല്ലയുടെ വിഗ്രഹം അത് അയോധ്യയിലേക്ക് എത്തിച്ചത് മുതൽ വിവിധ ചടങ്ങുകൾ നടത്തി. അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ചടങ്ങാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം കേരളത്തിൽ താന്ത്രിക വിധിപ്രകാരമാണ് പ്രതിഷ്ഠ നടക്കാറുള്ളത് എങ്കിൽ ഈ പ്രതിഷ്ഠ അയോധ്യയിൽ നടക്കാൻ പോകുന്നത് വൈദിക വിധിപ്രകാരമായിരിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ശംഖിലേക്ക് 7 നദികളെ ആവാഹിക്കുക എന്നുള്ളതാണ്. ഗംഗ, യമുന, ഗോദാവരി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങി 7 നദികളുടെ പുണ്യ തീർത്ഥങ്ങളെ ശംഖിലേക്ക് ആവാഹിച്ച് അതിലേക്ക് ബാലരൂപത്തിലുള്ള 5 വയസ്സുകാരനായ ബാലരൂപത്തിലുള്ള ശ്രീരാമൻ്റെ പ്രാണനെ ആവാഹിച്ചുകൊണ്ട് ആ ശംഖിലെ തീർത്ഥം അത് ഈ രാംലല്ലയുടെ വിഗ്രഹത്തിലേക്ക് സമർപ്പിക്കുന്നതോടുകൂടിയാണ് പ്രാണപ്രതിഷ്ഠ പൂർത്തിയാവുന്നത്. അതിനുശേഷം കണ്ണ് മൂടിക്കെട്ടിയ ആ ബാലവിഗ്രഹത്തിൻ്റെ കണ്ണ് തുറക്കുന്ന ചക്ഷുൺമീലൽ എന്ന് പറയുന്ന നേത്രം തുറക്കുന്ന ചടങ്ങായിരിക്കും. അത് പ്രധാനമന്ത്രിയാണ് നിർവഹിക്കുക. അതിനുശേഷമായിരിക്കും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നട തുറക്കുക. ആ ശ്രീകോവിൽ നട തുറക്കുന്നതും പ്രധാനമന്ത്രിയാണ്. അതിനു മുൻപ് ശ്രീകോവിലുണ്ടായിരിക്കുക ഈ പറയുന്ന ഗണേശ്വർ ശാസ്ത്രിയും അതുപോലെ ലക്ഷ്മികാന്ത് ദീക്ഷിതും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ ഗവർണറും പ്രധാനമന്ത്രി തുടങ്ങിയ വളരെ റിസർവ്ഡായ ആളുകൾ മാത്രമായിരിക്കും ശ്രീകോവിലിനകത്ത് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുക. 16-ാം തീയതി അവിടേക്ക് വിഗ്രഹം എത്തിച്ചത് മുതൽ വിവിധ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് അധിവാസമാണ്. ഈ അധിവാസത്തിൻ്റെ പ്രത്യേകത, ഈ വിഗ്രഹം രാംലല്ല എന്ന് പറയുന്ന വിഗ്രഹം അത് വിവിധങ്ങളായ വസ്തുക്കളിൽ മുക്കി, അത് ജല അധിവാസമുണ്ട്, ഗന്ധ അധിവാസമുണ്ട്, അതുപോലെ തന്നെ ധ്യാന അധിവാസമുണ്ട്, ഇത്തരത്തിലുള്ള കസ്തൂരി അധിവാസമുണ്ട്, നെയ്യ് അധിവാസമുണ്ട്, ധാന്യ അധിവാസമുണ്ട്, ഇങ്ങനെ ശർക്കരയിൽ അധിവസിക്കാറുണ്ട്, വിവിധ ഫലങ്ങൾ, ഇങ്ങനെ ഓരോ വിവിധ ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അതിഥികൾ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകളാണ് അവിടേക്ക് എത്താനുള്ളത്. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിവരമാണ് അയോധ്യയിൽ നിന്ന് നമുക്കിപ്പോൾ തത്സമയം ലഭിക്കുന്നത്. ഇപ്പോൾ നേരത്തെയുള്ള വിഗ്രഹത്തിന് അടുത്തെത്തി പ്രാർത്ഥിക്കുന്ന രാജ്നാഥ് സിംഗിനെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി ഒരുങ്ങുകയാണ് അയോധ്യ. അവസാന വട്ട ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പുലർച്ചയോടുകൂടി തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷമുള്ള ചടങ്ങുകൾ രഞ്ജിത്ത് 11:30 തന്നെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള രാവിലെ നടന്ന ജാഗരണ അധിവാസത്തെക്കുറിച്ചാണ് രഞ്ജിത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് ഇടപെട്ടത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ വിഗ്രഹത്തെ ഉണർത്തുന്നതിനായുള്ള, വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠയിലേക്ക് എത്തുന്നതിനായുള്ള ചടങ്ങുകൾ
അഭിജിത്ത് മുഹൂർത്തത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ 11:00 കൂടി തുടങ്ങുകയല്ലേ? സുജയ്, ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പല ചടങ്ങുകളും, പ്രത്യേകിച്ച് ഗണപതി ഹോമം, സുദർശന ഹോമം തുടങ്ങിയ ഹോമാദികൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈദിക മന്ത്രോച്ചാരണം തുടങ്ങിയിട്ടുണ്ട്. 11:00 പ്രധാന ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ്. ഇന്നലെ തന്നെ 114 കലശങ്ങൾ, അത് 114 പ്രത്യേക നദികളിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നദികളിൽ നിന്ന് ശേഖരിച്ച 114 കലശങ്ങൾ, അതും ഈ പ്രാണമന്ത്ര പൂജകൾക്ക് ശേഷം ആ കലശങ്ങൾ ഈ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുന്ന ചടങ്ങുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ 11:30 മണിയോടുകൂടി ഈ പ്രാണപ്രതിഷ്ഠയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. അയോധ്യയിലാകെ തന്നെ വലിയ ആഘോഷത്തിൻ്റെ മന്ത്രധ്വനികൾക്കൊപ്പം തന്നെ മംഗളധ്വനികളും കേൾക്കാൻ സാധിക്കും. 50 സംഗീത ഉപകരണങ്ങൾ കൊണ്ടുള്ള മംഗളധ്വനികൾ ഈ അയോധ്യയിലെ തെരുവീഥികളിൽ, ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെല്ലാം ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടാണ് ഈ 50 സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി ക്ഷേത്ര പരിസരത്ത് മുഴങ്ങിക്കേട്ടത്. കേന്ദ്ര സംഗീത അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അവിടെ ചെണ്ട ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങൾ ഈ മംഗളധ്വനിയിൽ ഉണ്ടായിരുന്നു. ഇനി 11:30 മണിയാവുമ്പോൾ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കും. ഈ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് പ്രത്യേകമായി വൈഷ്ണവ പൂജകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. ഈ പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയാണ് ഇന്ന്. ഈ ശുക്ലപക്ഷ ദ്വാദശിയും ഈ വൈഷ്ണവമായ ക്രിയകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അഭിജിത്ത് മുഹൂർത്തത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. രാമൻ ജനിച്ച സമയം എന്നറിയപ്പെടുന്നതും ഈ അഭിജിത്ത് മുഹൂർത്തമാണ്. രാമൻ ജനിക്കുന്നതും ഈ പറയുന്ന ഉച്ച സമയത്താണ് രാമന്റെ ജനനം എന്ന് പറയുന്നു.